JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുള്ളൂ. മലബാർ മിൽമ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലബാർ മിൽമ ഏത് സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു? മലബാർ മിൽമ ഏത് സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മലബാർ മിൽമ ഏത് സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതായത് മലബാർ മിൽമ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയുടെ 3 മേഖലാ യൂണിയനുകളിൽ ഒന്നാണ്. ഏത്? മലബാർ മിൽമ. അപ്പോൾ മലബാർ മിൽമ ഏത് സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു? ഏതാണ്? കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അല്ലെങ്കിൽ KCCMMF. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയുടെ ഔദ്യോഗിക പേര് ഏതാണ്? മലബാർ മിൽമയുടെ ഔദ്യോഗിക പേര് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മലബാർ മിൽമയുടെ ഔദ്യോഗിക പേര് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ MRCMPU എന്നതാണ് ഔദ്യോഗിക പേര്. എന്താണ് ഔദ്യോഗിക പേര്? MRCMPU. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയുടെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്ന ജില്ലകളിൽ പെടാത്തത് ഏത്? മലബാർ മിൽമയുടെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്ന ജില്ലകളിൽ പെടാത്തത് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, പാലക്കാടാണല്ലേ. മലബാർ മിൽമയുടെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടാത്ത ജില്ലകളിൽ പെടാത്തത് ഏതാണ്? പാലക്കാട്. പാലക്കാട് എറണാകുളം മേഖലാ യൂണിയനിൽ ഉൾപ്പെടുന്നു, മലബാറിൽ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏത് ജില്ലയിലാണ്? മലബാർ മിൽമയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് അല്ലേ. മലബാർ മിൽമയുടെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമ ബ്രാൻഡിന് കീഴിൽ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്നത് ആരാണ്? മിൽമ ബ്രാൻഡിന് കീഴിൽ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്നത് ആരാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, KCMMF അല്ലേ. മിൽമ ബ്രാൻഡിന് കീഴിൽ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്നത് KCMMF. KCMMF മിൽമയാണ് മിൽമ ബ്രാൻഡിന്റെ വിപണന ഏജൻസി. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? മലബാർ മിൽമയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, കർഷകരുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം. അപ്പോൾ മലബാർ മിൽമയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? കർഷകരുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം. ക്ഷീര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ജീവിത നില മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം അല്ലെ. ക്ഷീര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ജീവിത നില മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമ ഏത് മേഖലാ യൂണിയനുകളിൽ ഒന്നാണ്? മലബാർ മിൽമ ഏത് മേഖലാ യൂണിയനുകളിൽ ഒന്നാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, മുകളിൽ പറയുന്ന എല്ലാം. തിരുവനന്തപുരം, എറണാകുളം, മലബാർ. മലബാർ മിൽമ ഏത് മേഖലാ യൂണിയനുകളിൽ ഒന്നാണ്? തിരുവനന്തപുരം, എറണാകുളം, മലബാർ യൂണിയനുകളിൽ ഒന്നാണ്. മിൽമയ്ക്ക് 3 മേഖലാ യൂണിയനുകളാണ് ഉള്ളത്. 1 തിരുവനന്തപുരം, 2 എറണാകുളം, 3 മലബാർ. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? മലബാർ മിൽമയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ആനന്ദ് മാതൃകയിലുള്ള പ്രാഥമിക ക്ഷീര സഹകരണ സംഘം. ആനന്ദ് മാതൃകയിലുള്ള പ്രാഥമിക ക്ഷീര സഹകരണ സംഘം. മലബാർ മിൽമയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? ആനന്ദ് മാതൃകയിലുള്ള പ്രാഥമിക ക്ഷീര സഹകരണ സംഘം. മിൽമ ആനന്ദ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സഹകരണ ശൃംഖലയാണ്. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയിൽ അംഗത്വം ലഭിക്കുന്നത് ആർക്കാണ്? മലബാർ മിൽമയിൽ
അംഗത്വം ലഭിക്കുന്നത് ആർക്കാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ക്ഷീര കർഷകർക്കാണ് അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? മലബാർ മിൽമയിൽ അംഗത്വം ലഭിക്കുന്നത് ക്ഷീര കർഷകർക്കാണ്. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരാണ് മിൽമയുടെ അംഗങ്ങൾ. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയുടെ വരുമാനത്തിന്റെ പ്രധാന ഉറവിടം ഏത്? മലബാർ മിൽമയുടെ വരുമാനത്തിന്റെ പ്രധാന ഉറവിടം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. പാലും പാലുൽപ്പന്നങ്ങളുടെയും വിൽപ്പനയിലൂടെയാണ് മലബാർ മിൽമയുടെ വരുമാനത്തിന്റെ പ്രധാന ഉറവിടം. പാല്, തൈര്, നെയ്യ്, ഐസ്ക്രീം മുതലായ പാലുൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് പ്രധാന വരുമാന ഉറവിടം. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമ പ്രവർത്തിക്കുന്ന മാതൃക ഏതാണ്? മലബാർ മിൽമ പ്രവർത്തിക്കുന്ന മാതൃക ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ആനന്ദ് മാതൃകയാണ് അല്ലേ. മലബാർ മിൽമ പ്രവർത്തിക്കുന്ന മാതൃക ഏതാണ്? ആനന്ദ് മാതൃക. മിൽമ NDDB വികസിപ്പിച്ച ആനന്ദ് മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. മിൽമ NDDB വികസിപ്പിച്ച ആനന്ദ് മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ആനന്ദ് മാതൃകയിൽ ഏറ്റവും താഴത്തെ ഘടകം ഏതാണ്? ആനന്ദ് മാതൃകയിൽ ഏറ്റവും താഴത്തെ ഘടകം ഏതാണ്? ഏതാണ്? പ്രാഥമിക ക്ഷീര സഹകരണ സംഘമാണ് അല്ലെ. ആനന്ദ് മാതൃകയിൽ ഏറ്റവും താഴത്തെ ഘടകം ഏതാണ്? പ്രാഥമിക ക്ഷീര സഹകരണ സംഘം. ഗ്രാമതല ക്ഷീര സഹകരണ സംഘങ്ങളാണ് അടിസ്ഥാനം അല്ലെ. ഏതാണ് അടിസ്ഥാനം? ഗ്രാമതല ക്ഷീര സഹകരണ സംഘങ്ങളാണ് അടിസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏത്? മലബാർ മിൽമയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ പെടാത്ത ഏതാണ്? അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? പഞ്ചസാര ഉൽപാദനമാണ് അല്ലെ. അത് മലബാർ മിൽമയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ പെടില്ല. മിൽമ പാലുൽപ്പന്ന മേഖലയിലേ പ്രവർത്തിക്കുകയുള്ളൂ. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയിലെ പാൽ ശേഖരണം സാധാരണയായി എവിടെയാണ് നടക്കുന്നത്? മലബാർ മിൽമയിലെ പാൽ ശേഖരണം സാധാരണയായിട്ട് എവിടെയാണ് നടക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളിലാണ് അല്ലെ. പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളിലാണ് മലബാർ മിൽമയിലെ പാൽ ശേഖരണം സാധാരണയായി നടക്കുന്നത്. ഗ്രാമതല ക്ഷീര സംഘങ്ങളിലൂടെയാണ് പാൽ ശേഖരണം അല്ലെ. ഗ്രാമതല ക്ഷീര സംഘങ്ങളിലൂടെയാണ് പാൽ ശേഖരണം. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമ നൽകുന്ന കർഷക ക്ഷേമ പദ്ധതികളിൽ പെടാത്തത് ഏത്? മലബാർ മിൽമ നൽകുന്ന കർഷക ക്ഷേമ പദ്ധതികളിൽ പെടാത്തത് ഏത്? ഏതാണ്? വിള ഇൻഷുറൻസ് ആണ് അല്ലെ. മലബാർ മിൽമ നൽകുന്ന കർഷക ക്ഷേമ പദ്ധതികളിൽ പെടാത്ത ഏതാണ്? വിള ഇൻഷുറൻസ്. വിള ഇൻഷുറൻസ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. അത് ക്ഷീരമേഖലയല്ല. ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മിൽമയുടെ മുദ്രാവാക്യം ഏതാണ്? മിൽമയുടെ മുദ്രാവാക്യം ഏതാണ്? ആർക്കൊക്കെ അറിയാം മിൽമയുടെ മുദ്രാവാക്യം? ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ക്ഷീര കർഷകന്റെ സ്വന്തം ബ്രാൻഡ്. മിൽമയുടെ മുദ്രാവാക്യം ഏതാണ്? ക്ഷീര കർഷകന്റെ സ്വന്തം ബ്രാൻഡ്. മിൽമയെ കർഷകന്റെ സ്വന്തം ബ്രാൻഡ് എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. മിൽമയെ കർഷകന്റെ സ്വന്തം ബ്രാൻഡ് എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മിൽമയുടെ മുദ്രാവാക്യം ഏതാണ്? ക്ഷീര കർഷകന്റെ സ്വന്തം ബ്രാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയുടെ നിയന്ത്രണം ഏത് നിയമപ്രകാരം? ആർക്കൊക്കെ അറിയാം മലബാർ മിൽമയുടെ നിയന്ത്രണം ഏത് നിയമപ്രകാരമാണെന്ന്? അപ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. മലബാർ മിൽമയുടെ നിയന്ത്രണം ഏത് നിയമപ്രകാരമാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. കേരള സഹകരണ നിയമപ്രകാരമാണ് മലബാർ മിൽമയുടെ നിയന്ത്രണം. മിൽമ ഒരു സഹകരണ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആ സഹകരണ സ്ഥാപനമായതിനാൽ കേരള സഹകരണ നിയമത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മലബാർ മിൽമയുടെ നിയന്ത്രണം ഏതാണ്? കേരള സഹകരണ നിയമപ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയുടെ ഡയറക്ടർ ബോർഡ് രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? മലബാർ മിൽമയുടെ ഡയറക്ടർ ബോർഡ് രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? സംഘങ്ങളുടെ പ്രതിനിധികളാണ്. അംഗസംഘങ്ങളുടെ പ്രതിനിധികളാണ്. മലബാർ മിൽമയുടെ ഡയറക്ടർ ബോർഡ് രൂപീകരിക്കുന്നത് അംഗസംഘങ്ങളുടെ പ്രതിനിധികളാണ്. ക്ഷീര സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളാണ് ബോർഡിലെ അംഗങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ മിൽമയുടെ യൂണിയൻ എന്ന പദം സൂചിപ്പിക്കുന്നത് എന്ത്? മലബാർ മിൽമയില് യൂണിയൻ എന്ന പദം സൂചിപ്പിക്കുന്നത് എന്ത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? മലബാർ മിൽമയില് യൂണിയൻ എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്?
ക്ഷീര സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മ. അതായത് മലബാർ മിൽമയില് ക്ഷീര സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മയാണ് യൂണിയൻ എന്ന പദം സൂചിപ്പിക്കുന്നത്. നിരവധി പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മയാണ് യൂണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏതാണ്? താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് മിൽമയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏതാണ്? കണ്ടുപിടിച്ചോ, ഏതാണ്? കർഷകന് ന്യായമായ വില ഉറപ്പാക്കല്. അതായത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധനങ്ങൾക്ക്, അതായത് പാലുൽപ്പന്നങ്ങൾക്ക്, പാലിന് കൃത്യമായ ന്യായമായ വില ഉറപ്പാക്കണം അല്ലേ? അപ്പോൾ ന്യായമായ വിലയും സ്ഥിരമായ വിപണിയും ഉറപ്പാക്കുകയാണ് മിൽമയുടെ ലക്ഷ്യം. അപ്പോൾ മിൽമയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഏതാണ്? കർഷകന് ന്യായമായ വില ഉറപ്പാക്കല്. ന്യായമായ വിലയും സ്ഥിരമായ വിപണിയും ഉറപ്പാക്കുകയാണ് മിൽമയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.